ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പപ്പുഴുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ കപ്പയും 3 ചേമ്പും എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇതിൻ്റെ പുറത്തെ മണ്ണെല്ലാം കളഞ്ഞു നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ പീസായി കട്ടാക്കിയ ശേഷം ഇതിൻ്റെ തൊലി നമുക്ക് കളയാം. നല്ലപോലെ തൊലി കളയാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കപ്പയാണെന്നാണ്. ഇവിടെ ഏകദേശം നല്ല കപ്പയാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചേമ്പും ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം എടുക്കാം. വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയും ചേമ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഒരെണ്ണം എടുത്ത് കുക്കായോ ഇല്ലയെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്ത് കളയാം. 10 മിനിറ്റ് ശേഷം നമുക്കിത് ജസ്റ്റ് കുക്കായി നോക്കാം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. പിന്നീട് ഇത് സ്ട്രെയിൻ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. കപ്പപ്പുഴുക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് ഉള്ളി ഉടച്ച ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയുമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.